എല്ലാവർക്കും ന്യൂക്ലിയസിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സിൻ്റെ ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ് പഠിച്ചത്. അതിൻ്റെ പ്രോബ്ലങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കാൻ നിങ്ങളടുത്ത് പറഞ്ഞു. നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടൈപ്സ് ഓഫ് മെട്രിക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതൊക്കെ നല്ലതൊന്ന് നോക്കി വയ്ക്കുക. നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു കണ്ടീഷൻ തന്നിട്ടൊരു മെട്രിക്സ് കൺസ്ട്രക്ട് എ 2/3 ഓർഡർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ജനറൽ ഫോം എഴുതണം. 2/3 ആണെങ്കിൽ 2 റോ 3 കോളം. അപ്പോൾ അതൊക്കെ അറിയാമല്ലോ, അത് ഓർത്ത് വയ്ക്കണം കേട്ടോ, റോയും കോളം തിരിഞ്ഞ് പോകരുതേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു കണ്ടീഷനൂടെ ഉണ്ട്. ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലം കൂടെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് എന്ന ഹെഡിങ് കൊടുക്കുക. രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത് എന്നാണ്. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്. ഇക്വാളിറ്റി ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിക്സുകൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നത് എന്നാണ്. രണ്ട് മെട്രിക്സുകൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുമ്പോൾ എന്തൊക്കെയാണെങ്കിലും രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകുമ്പോൾ രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഓർക്കേണ്ടത്. ദേ ആർ ഇൻ സെയിം ഓർഡർ. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് മെട്രിക്സും എന്തായിരിക്കണം? ഒരേ ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ. രണ്ട് മെട്രിക്സും ഒരേ ഓർഡർ ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. എഴുതണ്ട, പറഞ്ഞതൊന്നും കേൾക്കുക, ഒന്ന് എഴുതാനുള്ള ടൈം തരാം, ഒന്ന് കേൾക്കുക. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സ് എന്താണ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ഈക്വൽ ആവുന്നതെന്ന് പറയുന്നത് ദേ ആർ ഇൻ സെയിം ഓർഡർ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈച്ച് എലമെൻറ്റ് ഓഫ് എ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പോൾ രണ്ട് മെട്രിക്സ് ആണ്. ഈ രണ്ട് മെട്രിക്സും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ഈ രണ്ട് ഇപ്പോൾ എയും ബിയും രണ്ട് മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും ഒരേ ഓർഡറിലായിരിക്കണം. എയുടെ ഓർഡർ തന്നെ. ഇവിടെ 3/2 ആണെങ്കിൽ ഇവിടെയും 3/2. ഇവിടെ 3 റോ 2 കോളം ആണെങ്കിൽ ഇവിടെയും 3 റോ 2 കോളം. ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. എയിലുള്ള ഓരോ എലമെൻറ്റുകളും ഓരോ പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റുകളും ഈസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ എയുടെ A11 എന്ന് പറയുന്നത് ബിയുടെ A11 ഈക്വൽ ആയിരിക്കും. ബിയുടെ എലമെൻറ്റ് B11. ഇവിടെ എയുടെ ഫസ്റ്റ് പൊസിഷനുള്ള എലമെൻറ്റും രണ്ടും എന്തായിരിക്കണം? അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ ഈ രണ്ട് മെട്രിക്സുകൾ എന്താവുള്ളൂ? ഈക്വൽ ആവുള്ളൂ. അപ്പോൾ രണ്ട് മെട്രിക്സിൽ ഈക്വൽ ആവുന്ന രണ്ട് കണ്ടീഷൻ, ദേ ആർ ഇൻ സെയിം ഓർഡർ ആൻഡ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. എയിലുള്ള എലമെൻറ്റുകളെല്ലാം അതേ പൊസിഷനിൽ കിടക്കുന്ന ബിയുടെ എലമെൻറ്റുകൾക്ക് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ട് നമുക്ക് എഴുതാം. എഴുതിക്കൊള്ളുക. ടു മെട്രിക്സസ് എ ആൻഡ് ബി. ടു ഇക്വാളിറ്റി ഓഫ് ടു മെട്രിക്സ് എന്ന് ഹെഡിങ് എഴുതുക. അതിൻ്റെ നോട്ട് എഴുതുക. ടു മെട്രിക്സസ് എ ആൻഡ് ബി. Two matrices A and B. Two matrices A and B are said to be equal. Two matrices A and B are said to be equal. Are said to be equal if two matrices A and B are said to be equal if first condition ആണ് they are of the same order. They are of the same order. രണ്ടും എന്തായിരിക്കണം? ഒരേ ഓർഡറിലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് element of B. That is
AIJ is equal to BIJ. AIJ is equal to BIJ. അപ്പോൾ ഇതാണ് രണ്ട് മെട്രിക്സുകൾ എന്താണ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എഴുതിയെടുക്കുക. എന്താണ്? ടു മെട്രിക്സ് A and B are said to be equal if two metrics A and B are said to be equal. Two metrics A and B are said to be equal if first condition they are of the same order. They are of the same order. രണ്ടും ഒരേ ഓർഡറിലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ each element of A is equal to the corresponding element of B. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും എന്തായിരിക്കണം? ബിയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റുമായിട്ട് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ മെട്രിക്സ് 2 3 0 1. ഞാനൊരു മെട്രിക്സ് ഈക്വൽ ആവുന്നത് എന്തിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ? 2 3 0. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഈ ബി എന്ന് പറയുന്ന മെട്രിക്സ് രണ്ടും ഒരേ ഓർഡർ കറസ്പോണ്ടിങ് പൊസിഷനുള്ള എലമെൻറ്റുകളെല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ എന്താ ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഇങ്ങനെ എഴുതിയാലോ? ഞാൻ 2 3 0 1 എന്ന് എഴുതി, അപ്പുറത്ത് ഞാൻ 3 2 0 1 എന്ന് എഴുതി. ഇതൊരിക്കലും എന്തല്ല? ഈക്വൽ അല്ല. എലമെൻറ്റുകൾ ഒരേപോലെയാണ് എങ്കിലും ഇത് ഈ മെട്രിക്സ് ഈക്വൽ അല്ല. ഓർഡർ സെയിം ആണ്. പക്ഷേ നമുക്ക് ഇവിടെ A11 എന്ന് പറയുന്നത് എന്താണ്? A11 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ B11 എന്ന് പറയുന്നത് 3 ആണ്. രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? AIJ ഈക്വൽ ടു BIJ എന്നായിരിക്കണം. അപ്പോൾ ഇത് ഈക്വൽ മെട്രിക്സ് അല്ല, ഇത് ഈക്വൽ മെട്രിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ എലമെൻറ്റുകളെല്ലാം സെയിം ആണ്. കറസ്പോണ്ടിങ് എലമെൻറ്റുകളാണ് ഈക്വൽ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. എലമെൻറ്റുകളെല്ലാം 2ൻ്റെ അതേ പൊസിഷനിൽ തന്നെ ഇവിടെ 2 കിടക്കണം. 2 എടുത്ത് അപ്പുറത്ത് എഴുതിയാൽ ഇത് എന്തല്ല? ഈക്വൽ മെട്രിക്സ് അല്ല. ഓക്കെ. അപ്പോൾ എന്താണ്? ഈക്വൽ മെട്രിക്സ് വേറൊരു നോട്ടോട് എഴുതാം. നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മെട്രിക്സ് എഴുതുകയാണ്. എക്സ് വൈ ഇസഡ് എ ബി സി ഈക്വൽ ടു -1.5 0 2 √6 3 2. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുകയാണ്. രണ്ട് എന്താണ് ഒരു എക്സാമ്പിൾ നിങ്ങൾ നോട്ടായിട്ടോ എക്സാമ്പിൾ 2 ആയിട്ടോ എന്ന് എഴുതിയാൽ മതി. ഞാൻ എഴുതുകയാണ്. അപ്പോൾ എന്താണ് ഈ രണ്ട് മെട്രിക്സ് എന്താണ്? ഈക്വൽ ആണ്. ഫസ്റ്റ് മെട്രിക്സ് എന്താ? എക്സ് വൈ, ഫസ്റ്റ് റോ എക്സ് വൈ എന്താണ്? ഇസഡ് എ ബി സി. അടുത്തത് അപ്പോൾ ഇതിൻ്റെ ഓർഡർ നോക്കുക. ഇതിൻ്റെ ഓർഡർ എന്താണ്? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. രണ്ട്. അപ്പോൾ 3/2 ഓർഡറാണ്. അവിടെ എന്ത് തന്നെയാണ്? 3/2 ഓർഡർ തന്നെയാണ്. 3 റോ ഉണ്ട്. എത്ര? 2 കോളം ഉണ്ട്. 3/2 ഓർഡർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെട്രിക്സ് ഈക്വൽ ആണ്. ഇതിൻ്റെ ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ഈ മെട്രിക്സ് എന്താ? ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് എ ബി സി എന്ന് പറയുന്നത് ആ മെട്രിക്സിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്ന് വെച്ചാൽ എലമെൻറ്റുകൾ എന്താണ്? കറസ്പോണ്ടിങ് പൊസിഷനുള്ള എലമെൻറ്റുകൾ ഈക്വൽ ആണ് ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടുൻ്റെ വാല്യൂ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു -1.5 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം വി ഹാവ് ഈ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഓർഡറും സെയിം ആയതുകൊണ്ട് നമുക്ക് എഴുതാം വി ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു -1.5 വൈ ഈക്വൽ ടു 0 ഇസഡ് ഈക്വൽ ടു 2 എ ഈക്വൽ ടു √6 ബി ഈക്വൽ ടു 3 സി ഈക്വൽ ടു 2. പ്രോബ്ലം ഉണ്ട്. ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് എഴുതിയതേ ഉള്ളൂ. പ്രോബ്ലങ്ങളുണ്ട്. ഓർഡർ നോക്കുക. ഓർഡർ എന്ന് പറയുമ്പോൾ 3/2 ഓർഡറാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് എഴുതിയെടുക്കുക. മെട്രിക്സ് എന്താണ്? ഈക്വൽ ആണ് എങ്കിൽ ഇവിടെ വേരിയബിളാണ്, അവിടെ എന്താണ്? നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സിൻ്റെ വില എന്ന് പറയുന്നത് -1.5 പിന്നെ വൈയുടെ വില 0 ഇസഡിൻ്റെ വില 2 എയുടെ വില √6 ബിയുടെ വില 3 സിയുടെ വില 2 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വച്ച് കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത്രയും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ ഈക്വാളിറ്റി ഓഫ് മെട്രിക്സ് വെച്ചുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ എഴുതുക. ഞാൻ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതാം. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക. ഇഫ് മെട്രിക്സ് x+3 ഫസ്റ്റ് റോയാണ് പറയുന്നത്. ഫസ്റ്റ് റോയിൽ 3 എലമെൻ്റ് ഉണ്ട്. x+3 z+4 2y -7. അടുത്ത റോ -6 a -1 0. അടുത്ത റോ b -3 -21 0 ഈസ് ഈക്വൽ ടു, അടുത്ത മെട്രിക്സ് ഫസ്റ്റ് റോ പറയുകയാണ് 0 6 3y -2. അടുത്ത റോ എന്ന് പറയുന്നത് -6 -3 2c + 2. അടുത്ത 2b + 4 -21 0. ഇതാണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ല, സ്റ്റാർട്ടിങ് ചെയ്തുള്ളൂ. രണ്ട് മെട്രിക്സ്. ഇഫ് മെട്രിക്സ് x+3 z+4 2y -7 ഫസ്റ്റ് റോ -6 a -1 0 b -3 -21 0. അടുത്തത് 0 6 3y -2 -6 -3 2c + 2 2b + 4 -21 0. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് a, b, c, x, y, z. എയുടെയും ബിയുടെയും സിയുടെയും എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കുക. എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലെന്താ, ഈ രണ്ട് മെട്രിക്സും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് മെട്രിക്സും ഗിവൺ ദാറ്റ് ദി ടു മെട്രിക്സ് ആർ ഈക്വൽ. ഈ രണ്ട് മെട്രിക്സ് എന്താണ്, ഈക്വൽ ആണ്. ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചു ഓർഡർ സെയിം ആണ്. ഓർഡർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3/3 ഓർഡറാണ്, അതും 3/3 ഓർഡറാണ്. അപ്പോൾ ഓർഡർ സെയിം ആണ്. അങ്ങനെ ഈക്വൽ ആണ് എങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകളെല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ x+3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. x+3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, വി ഹാവ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. എന്താ, ഗിവൺ ദാറ്റ്. നമുക്ക് ആൻസർ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഗിവൺ ദാറ്റ് ദി ടു മെട്രിക്സസ് ആർ ഈക്വൽ. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് എടുത്തെഴുതി വയ്ക്കുക. പരീക്ഷയ്ക്ക് അഥവാ ചോദിക്കുകയാണ് എങ്കിൽ, പ്രോബ്ലം വരികയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഇത് രണ്ടും ഒന്ന് എടുത്തെഴുതുക. ഞാനിപ്പോൾ എടുത്തെഴുതുന്നില്ല. അപ്പോൾ ഗിവൺ ദാറ്റ് ദി മെട്രിക്സസ് ആർ ഈക്വൽ therefore the corresponding elements must be equal എന്നൊരു സെൻറ്റൻസ് എഴുതുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ ആൻസറിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന ഇത് ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം ഗിവൺ ദാറ്റ് ദി ടു മെട്രിക്സസ് ആർ ഈക്വൽ. ഈ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സസ് എന്താണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് എന്താ, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മസ്റ്റ് ബി ഈക്വൽ. കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകളെല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യാം. x+3 എന്തിന് ഈക്വൽ ആയിരിക്കും, വി ഹാവ് എന്ത്, x+3 ഈക്വൽ ടു 0. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. വിച്ച് ഇംപ്ലൈസ് എക്സിൻ്റെ വില കിട്ടി, x is equal to -3. എക്സിൻ്റെ വില കിട്ടി. നമുക്ക് അടുത്ത ഇസഡിൻ്റെ അത് നോക്കാം. z+4 ഈക്വൽ ടു 6 വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇസഡിൻ്റെ വില കിട്ടി. z ഈക്വൽ ടു 6 -4 അതങ്ങ് അപ്പുറം കൊണ്ടുപോയാൽ മതി, ഈക്വൽ ടു 2. ഇസഡിൻ്റെ വിലയായി. നമ്മൾ ഓരോന്ന് മറ്റേ ചെയ്യുകയാണ്. അടുത്ത നമുക്ക് വൈയുടെ വില എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. വൈയുള്ള ടേമുകൾ രണ്ട് മാത്രമേ ഉള്ളൂ. എന്താണ്, 2y -7 ഈക്വൽ ടു
3y മൈനസ് 2. നമുക്ക് 2y ഇവിടെ നിർത്തിയിട്ട് ഇത് ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ എന്താ വരും? മൈനസ് 3y ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇതങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ പ്ലസ് 7. 2y മൈനസ് 3y എന്ന് വെച്ചാൽ മൈനസ് y. മൈനസ് y ഈക്വൽ ടു 5 എന്ന് വരും. മൈനസ് 2 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 5 ആണ്. നമുക്ക് മൈനസ് വൈയുടെ ആൻസർ അല്ല, വൈയുടെ ആൻസർ ആണ്. അപ്പോൾ y ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? y ഈക്വൽ ടു മൈനസ് 5. അപ്പോൾ നമ്മൾ എക്സിൻ്റെതും വൈയുടേതും ഇസഡിൻ്റെ വില കണ്ടുപിടിച്ചു. വൈയുടെ വില മൈനസ് 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ക്വസ്റ്റൻ എഴുതുന്ന എലമെൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എക്സ് പ്ലസ് 3 ഇക്വേറ്റ് ചെയ്തു. എക്സ് പ്ലസ് 3 എന്തിന്? 0ക്ക് ഇക്വേറ്റ് ചെയ്തു. ഈ 3 അങ്ങ് അപ്പുറം കൊണ്ടുപോയി മൈനസ് 3. അപ്പോൾ എക്സിൻ്റെ വിലയായി മൈനസ് 3. ഇസഡ് പ്ലസ് 4 എന്തിന് ഈക്വൽ? 6ന് ഈക്വൽ. അവിടെ നിന്ന് പ്ലസ് 4 അങ്ങ് അപ്പുറം കൊണ്ടുപോയി മൈനസ് ആക്കി. അപ്പോൾ എന്തോട്ട്? 6 മൈനസ് 4 ഈക്വൽ ടു 2 എന്ന് കിട്ടി. അടുത്ത വൈയുടെ ടൈം അപ്പുറം ഉണ്ട്. 2y മൈനസ് 7 എന്ന് പറയുന്നത് 3y മൈനസ് 2ന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3y മൈനസ് 7 ഈക്വൽ ടു 3y മൈനസ് 2. വൈയുടെ ടൈമുകളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. വൈ ഇല്ലാത്ത ടൈമുകളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകുന്നു. 2y മൈനസ് 3y ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 7 മൈനസ് y ഈക്വൽ ടു 5. അവിടെ നിന്ന് y ഈക്വൽ ടു മൈനസ് 5 എന്ന് എഴുതി. ഇനി നമുക്ക് എ ബി സിയുടെ വില കണ്ടുപിടിക്കണം. ഇനി എയുടെ വില കണ്ടുപിടിക്കാൻ നോക്കാം. എയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്താ? എ മൈനസ് 1. എ മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 3 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 3. അവിടെ നിന്ന് എ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾ അപ്പുറം കൊണ്ടുപോകുമ്പോൾ മൈനസ് 3 പ്ലസ് 1. മൈനസ് 3 പ്ലസ് 1 നമുക്കറിയാം എന്താണ്? മൈനസ് 2 ആണെന്നറിയാം. അപ്പോൾ എയുടെ വില കിട്ടി മൈനസ് 2 എന്ന് കിട്ടി. അടുത്ത ബിയുടെ വില കണ്ടുപിടിക്കാൻ നോക്കാം. ബിയുടെ വില സി ആണ് വരുന്നത്. നമുക്ക് ബിയുടെ കണ്ടുപിടിച്ചിട്ട് സി കണ്ടുപിടിക്കാം. ബി നമുക്ക് നേരത്തെ വൈ ചെയ്താണ് ഇക്വേറ്റ് ചെയ്യാം. രണ്ട് സൈഡിലും ബി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ബി മൈനസ് 3 ഈക്വൽ ടു 2b പ്ലസ് 4. നെഗറ്റീവിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇതങ്ങ് അപ്പുറം കൊണ്ടുപോയിട്ട് ഇതിഞ്ഞിപ്പുറം കൊണ്ടുവരാം. അതായത് ബിയുടെ ടൈം ഞാനങ്ങ് അപ്പുറം കൊണ്ടുപോകും. ബിയുടെ ടൈം അങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ അവിടെ മൈനസ് ആവും. ഈ മൈനസ് 4 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ പ്ലസ് 4 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് 4. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബി അങ്ങ് അപ്പുറം കൊണ്ടുപോവാണ്. ഈ ബി അങ്ങ് അപ്പുറം കൊണ്ടുപോകും. ഇവിടെ സൈൻ പ്ലസ് ആണ്. ഞങ്ങൾ അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. ഈ പ്ലസ് 4 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും? അതും മൈനസ് ആവും. ഇവിടെ ഉള്ളത് മൈനസ് 3 മൈനസ് 4 ഈക്വൽ ടു 2b മൈനസ് ബി. 2b മൈനസ് ബി ബി ആണ്. ബി ഈക്വൽ ടു മൈനസ് 7. എങ്ങനെയാണോ ചെയ്യാം? തിരിച്ചു മറിച്ച് എങ്ങനെയാണെങ്കിലും തെറ്റിക്കാതെ ചെയ്താൽ മതി. അടുത്ത നമുക്ക് സിയുടെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ കഴിയും. സിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി 2c പ്ലസ് 2 ഈക്വൽ ടു 0. അവിടെ നിന്ന് 2c ഈക്വൽ ടു മൈനസ് 2. സി ഈക്വൽ ടു മൈനസ് 2/2 ഈക്വൽ ടു മൈനസ് 1. നമ്മളെല്ലാത്തിൻ്റെ വില കണ്ടുപിടിച്ചു. ഓക്കെ, എല്ലാത്തിൻ്റെ വില കണ്ടുപിടിച്ചു. വേണമെങ്കിൽ ഓർഡർ ആക്കി എഴുതാം. എയുടെ വില ലാസ്റ്റ് എയുടെ വില നമുക്ക് എഴുതാം. എയുടെ വില നമുക്ക് എന്താ കിട്ടിയത്? എ ഈക്വൽ ടു മൈനസ് 2, ബി ഈക്വൽ ടു മൈനസ് 7, സി ഈക്വൽ ടു മൈനസ് 1, പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3, വൈ ഈക്വൽ ടു മൈനസ് 5, ഇസഡ് ഈക്വൽ ടു 2. A equal to minus 2, B equal to minus 7, C equal to minus 1, X is equal to minus 3, Y equal to minus 5, Z equal to 2. അപ്പോൾ ഇതാണ് എന്ത്? നമ്മളെ ടെസ്റ്റിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എയുടെയും ബിയുടെയും സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. അതും ടെസ്റ്റിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ എഴുതുക. അപ്പോൾ ഇത് എടുത്ത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലങ്ങളാണ് ഇതൊക്കെ, ഇക്വേറ്റ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് വായിക്കാൻ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഓഫ് എ, ബി, സി ആൻഡ് ഡി. ക്വസ്റ്റ്യൻ എഴുതാം. Find the values of A, B, C
C and D from the following equation. From the following equation. തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വില കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഞാനിത് വായിക്കുകയാണ്, നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് 2a plus b a minus 2b five c minus d 4c plus 3d is equal to 4 minus 3 11 24. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും സിയുടെയും വില കണ്ടുപിടിക്കണം. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും ക്വസ്റ്റ്യനിൽ എന്താണ്, രണ്ട് മെട്രിക്സ് ആണ്. ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണ്, ഓർഡർ സെയിം ആണ്, 2x2 ഓർഡർ ആണ്. കറസ്പോണ്ടിങ് ക്വസ്റ്റ്യനുള്ള എലമെൻറ്റുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഒക്കെ വില കണ്ടുപിടിക്കണം. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പേഴ്സ് ഓഫ് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. പേഴ്സ് ഓഫ് ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ്, ഏതൊക്കെയായിരിക്കും? രണ്ട് മെട്രിക്സ് ആണ്. കറസ്പോണ്ടിങ് പൊസിഷനുള്ള എലമെൻറ്റുകൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2a plus b എന്തിന് ഈക്വലാ? 2a plus b equal to 4. 2a plus b equal to 4 ആണ്. അതേപോലെ a minus 2b equal to minus 3. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ നോക്കുക. വേറെ എയും ബി ഒന്നും ഇല്ല. എയും ബിയും ബാക്കി രണ്ടിടത്തും വരുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി നമുക്ക്. ഏതൊക്കെയാ? 2a plus b 2a plus b ഈക്വൽ ടു എന്ത്? 2a plus b ഈക്വൽ ടു 4 എന്നും a minus 2b ഈക്വൽ ടു 3 എന്നും കിട്ടി. ഇത് രണ്ടും നമുക്ക് ഒന്നുകിൽ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണോ നമുക്ക് ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഒന്നുകിൽ സോൾവ് ചെയ്യാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. എങ്ങനെ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡുണ്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. നിങ്ങൾ അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ്റ് ഈക്വൽ ആവണം. കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എയുടെ കോഎഫിഷ്യൻ്റ്. ഇവിടെ എയുടെ കോഎഫിഷ്യൻ്റ്, എയുടെ അടുത്ത് വരുന്ന നമ്പർ 2 ആണ്. ഇവിടെ എയുടെ അടുത്ത് വരുന്ന നമ്പർ 1 ആണ്. ഇവിടെ ബിയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്. ഇവിടെ -2 ആണ്. കോഎഫിഷ്യൻ്റുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ ആ ഈക്വൽ ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റിനെയോ ആ വേരിയബിളിനെയോ ഒഴിവാക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കുക. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും വാട്ട് ഈസ് ബി എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒന്ന് ചെയ്താൽ എന്താ? വി ഗെറ്റ് ഫ്രം ഇക്വേഷൻ നമ്പർ 2. From equation number 2 we have b അല്ല a equal to എന്തിട്ടൂടെ? a equal to ഈ 2b അങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തിട്ടു? -3 + 2b. അതുകൊണ്ടെങ്കിൽ നമുക്ക് എന്താ? 2b ആദ്യം എഴുതുക. 2b - 3. From equation number 2 we have a equal to എന്ന് പറയുന്നത് a equal to എന്ത്? a equal to ഇതങ്ങ് അപ്പുറം കൊണ്ടുപോയാൽ മതി. ഇതങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താ? -3 ആണ് ആദ്യം. -3 + 2b. 2b ആദ്യം എഴുതിയപ്പോൾ എന്താ? 2b - 3. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ടുപോയി എന്ത് ചെയ്യുക? എക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിയുടെ വില കിട്ടും. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ ഇക്വേഷൻ നമ്പർ എക്ക് പകരം കൊടുക്കും. അപ്പോൾ a × 2b - 3
പ്ലസ് ബി ഈക്വൽ ടു 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 4b മൈനസ് 6 പ്ലസ് ബി ഈക്വൽ ടു 4. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5b. ഓക്കെ, 5b 4b പ്ലസ് ബി 5b മൈനസ് 6 ഈക്വൽ ടു 4. 6 അങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ 5b ഈക്വൽ ടു 4 പ്ലസ് 6 5b ഈക്വൽ ടു 10. b ഈക്വൽ ടു 10 ബൈ 5 ഈക്വൽ ടു 2. ബിയുടെ വില കിട്ടി 2 എന്ന് കിട്ടി. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആയതുകൊണ്ടാണ്. ഇവിടെ നിന്ന് ബി കണ്ടുപിടിച്ചാലും മതി. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ ബിയുടെ വില കൊണ്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഈ ബിയുടെ വില എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബി ഈക്വൽ ടു ബിയുടെ വില കിട്ടി. നമുക്ക് എയുടെ വില കണ്ടുപിടിക്കണം. നമുക്ക് എ ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? എ ഈക്വൽ ടു 2b മൈനസ് 3ക്ക് ഈക്വൽ അല്ലേ? അപ്പോൾ ആ ബിയുടെ വില ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വില കിട്ടില്ലേ? അപ്പോൾ ബിയുടെ വില കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിയുടെ വില അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താൽ മതി. ഇവിടെയോ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ ബിയുടെ വില കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എയുടെ വില കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എ ഈക്വൽ ടു നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എ ഈക്വൽ ടു 2b മൈനസ് 3 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ബിയുടെ വില കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ എ ഈക്വൽ ടു എന്ത് കിട്ടും? എ ഈക്വൽ ടു 2 × 2 മൈനസ് 3 ദാറ്റ് ഈസ് എ ഈക്വൽ ടു 4 മൈനസ് 3 ഈക്വൽ ടു 1. എയുടെ വിലയും കിട്ടി. എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ബി ഈക്വൽ ടു നമുക്ക് എന്തും കിട്ടി? 3. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് 2 ഇക്വേഷൻ മാത്രമേ എഴുതിയുള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എഴുതി നമ്പർ 1 ഉം 2 ഉം കൊടുത്തു. ഫ്രം ഇക്വേഷൻ നമ്പർ 2 രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് എക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. എ എന്ന് പറയുന്നത് 2b അങ്ങ് അപ്പുറം കൊണ്ട് കൊടുത്തു. ഈ വില ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ബിയുടെ വില 2 എന്ന് കിട്ടി. ആ വാല്യൂ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എയുടെ വില 1 എന്ന് കിട്ടി. അപ്പോൾ എയുടെയും ബിയുടെയും വില കിട്ടി. എയുടെയും ബിയുടെയും വില എന്ന് പറയുന്നത് എയുടെ വില എന്ന് പറയുന്നത് 1 എന്നും ബിയുടെ വില എന്ന് പറയുന്നത് 2 എന്നും കിട്ടി. ഇനി നമുക്ക് അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അടുത്തൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അടുത്ത ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ? 5c മൈനസ് ഡി ഈക്വൽ ടു 11. അടുത്ത 4c പ്ലസ് 3d ഈക്വൽ ടു 24. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ ചെയ്ത മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് അതാണ് ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 3 എന്നും ഇതിന് നമ്പർ 4 എന്നും കൊടുത്താൽ 3യിൽ നിന്ന് നിങ്ങൾക്ക് ഡിയുടെ വില കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഞാൻ എഴുതി നിർത്തുകയാണ്. ഡി ഈക്വൽ ടു നമുക്ക് ഈ ഡി അങ്ങ് അപ്പുറം കൊണ്ടുപോകാം. ഡി ഇവിടെ നെഗറ്റീവ് ആണ്. അങ്ങ് അപ്പുറം കൊണ്ടുപോയിട്ട് ഇതിങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ 5c മൈനസ് 11 എന്ന് കിട്ടും. ഡി ഈക്വൽ ടു 5c മൈനസ് 11. ഇതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും, ആൻസർ കിട്ടും. ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതാ? ഡിയുടെ സ്ഥാനത്ത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ട് കൊടുത്താൽ 11 കിട്ടുള്ളൂ. ഇവിടെ കൊടുക്കരുത്. ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത്? സിയുടെ വില കിട്ടും. അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ ഇക്വേഷൻ 5c മൈനസ് ഡി ഈക്വൽ ടു 11 എന്നും 4c പ്ലസ് 3d ഈക്വൽ ടു 24 എന്നും കൊടുത്തു. അവിടെ നിന്ന് നമുക്ക് ഡി ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഡി ഈക്വൽ ടു നമുക്ക് എന്താ? ഈ ഡി ഈക്വൽ ടു ഈ ഡി അങ്ങ് അപ്പുറം കൊണ്ടുപോയാലേ പോസിറ്റീവ് ആവുള്ളൂ. എന്നിട്ട് 11 ഇപ്പുറം കൊണ്ടുവരിക. അപ്പോൾ ഡി ഈക്വൽ ടു എന്താ? 5c മൈനസ് 11 എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 4ൽ കൊണ്ട് വില കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സിയുടെ വില കിട്ടും. അത് പിന്നെ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഡിയുടെ വില കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താ സോൾവിങ് മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. തൽക്കാലം നമുക്ക് നിങ്ങൾ ഹോംവർക്കായിട്ട് ഇതൊന്ന് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ.